അന്റാർട്ടിക്ക കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ മരുഭൂമിയും ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയുമാണ് സഹാറ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഉത്തരഭാഗത്ത് യൂറോപ്പിനോളം വലുപ്പത്തിൽ 90 ലക്ഷം ചതുരശ്ര മീറ്ററുകളിലായി ഇത് വ്യാപിച്ചു കിടക്കുന്നു. കിഴക്ക് ചെങ്കടൽ, മെഡിറ്ററേനിയൻ തീരങ്ങൾ മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെ ഇത് സ്ഥിതി ചെയ്യുന്നുണ്ട്. തെക്ക് വശത്ത് സാഹേൽ എന്ന അർദ്ധ ഉഷ്ണ മേഖല പുൽമേടുകൾ ആഫ്രിക്കയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് സഹാറ മരുഭൂമിയെ വേർതിരിക്കുന്നു. സഹാറ പ്രധാനമായും പാറക്കെട്ടുകൾ നിറഞ്ഞ കല്ല് പീഠഭൂമികളാണ്. മണൽക്കടലുകൾ, മണൽക്കൂനകളാൽ മൂടപ്പെട്ട വലിയ പ്രദേശങ്ങൾ ഒരു ചെറിയ ഭാഗം മാത്രമേ രൂപപ്പെടുത്തുന്നുള്ളൂ. സാധാരണ തെറ്റിദ്ധാരണയ്ക്ക് വിരുദ്ധമായി എന്നാൽ മണൽക്കൂനകളിൽ പലതും 180 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ളവയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചൂടുള്ള മരുഭൂമിയാണ് സഹാറ. ഇത് ഉപഉഷ്ണ മേഖല വരമ്പിന് കീഴിലുള്ള കുതിര അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. അർദ്ധസ്ഥിരമായ ഉപഉഷ്ണ മേഖല വാംകോർ ഉയർന്ന മർദ്ദത്തിന്റെ ഒരു പ്രധാന ബെൽറ്റ്. അവിടെ മുകളിലെ ട്രോപ്പോസ്ഫിയറിൽ നിന്നുള്ള വായു സാധാരണയായി താഴേക്ക് ഇറങ്ങുന്നു. താഴത്തെ ട്രോപ്പോസ്ഫിയറിനെ ചൂടാക്കുകയും വരണ്ടതാക്കുകയും മേഘരൂപീകരണം തടയുകയും ചെയ്യുന്നു. മേഘങ്ങളുടെ സ്ഥിരമായ അഭാവം തടസ്സമില്ലാത്ത പ്രകാശവും താപവികിരണവും അനുവദിക്കുന്നു. മരുഭൂമിക്ക് മുകളിലുള്ള അന്തരീക്ഷത്തിന്റെ സ്ഥിരത ഏതെങ്കിലും സംവഹന ഓവർടേണിങ്ങിനെ തടയുന്നു. അങ്ങനെ മഴ ഫലത്തിൽ നിലവിലില്ല. തൽഫലമായി കാലാവസ്ഥ വെയിലും വരണ്ടതും സ്ഥിരതയുള്ളതുമായി മാറുന്നു. മഴയുടെ സാധ്യത ഇവിടെ കുറവാണ്. ഉപഉഷ്ണ മേഖല ഉയർന്ന മർദ്ദ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട താഴ്ന്നതും വ്യതിചലിക്കുന്നതുമായ വരണ്ട വായുപിണ്ഡങ്ങൾ സംവഹന മഴയുടെ വികാസത്തിന് വളരെ പ്രതികൂലമാണ്. ഈ വിശാലമായ പ്രദേശത്തിന്റെ ചൂടുള്ള മരുഭൂമി കാലാവസ്ഥയെ വിശദീകരിക്കുന്ന പ്രധാന ഘടകം ഉപഉഷ്ണ മേഖലാ വരമ്പാണ്. ലിബിയൻ മരുഭൂമിയിലെ ഗ്രേറ്റ് മരുഭൂമിയുടെ കിഴക്കൻ ഭാഗത്താണ് അവരോഹണ വായുപ്രവാഹം ഏറ്റവും ശക്തവും ഫലപ്രദവുമായത്. ചിലിയിലും പെറുവിലും സ്ഥിതി ചെയ്യുന്ന അറ്റകാമ മരുഭൂമിയോട് മത്സരിക്കുന്ന ഗ്രഹത്തിലെ ഏറ്റവും വെയിൽ കൂടുതലുള്ളതും വരണ്ടതും മിക്കവാറും മഴയില്ലാത്തതുമായ സ്ഥലമാണിത്. സഹാറയുടെ പടിഞ്ഞാറൻ ഭാഗത്തേക്കാൾ കിഴക്കൻ ഭാഗത്താണ് മഴ തടസ്സപ്പെടുന്നതും മേഘാവൃതമായ അന്തരീക്ഷം വ്യാപിക്കുന്നതും ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. സഹാറയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന വായുപിണ്ഡം ഭൂഖണ്ഡാന്തര ഉഷ്ണമേഖലാ വായുപിണ്ഡമാണ്. ഇത് ചൂടും വരണ്ടതുമാണ്. വിശാലമായ ഭൂഖണ്ഡാന്തര കരപ്രദേശത്തിന്റെ ചൂടിൽ നിന്ന് പ്രധാനമായും വടക്കേ ആഫ്രിക്കൻ മരുഭൂമിയിൽ ചൂടുള്ളതും വരണ്ടതുമായ വായുപിണ്ഡങ്ങൾ രൂപം കൊള്ളുന്നു. ഇത് വർഷത്തിൽ ഭൂരിഭാഗവും മുഴുവൻ മരുഭൂമിയെയും ബാധിക്കുന്നു. ഈ തീവ്രമായ ചൂടാക്കൽ പ്രക്രിയ കാരണം ഉപരിതലത്തിനടുത്തായി ഒരു താപന്യൂനമർദ്ദം സാധാരണയായി കാണപ്പെടുന്നു. ഇത് വേനൽക്കാലത്ത് ഏറ്റവും ശക്തവും ഏറ്റവും വികസിതവുമാണ്. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന അസോറസ് ഹൈയുടെ കിഴക്കൻ ഭൂഖണ്ഡ വിപുലീകരണത്തെയാണ് സഹാറ ഹൈ പ്രതിനിധീകരിക്കുന്നത്. സഹാറ ഹൈയുടെ താഴ്ച വർഷത്തിലെ ഏറ്റവും തണുത്ത സമയത്ത് നിലത്തെത്തുന്നു. അതേസമയം ഏറ്റവും ചൂടേറിയ സമയങ്ങളിൽ അത് മുകളിലെ ട്രോപ്പോസ്ഫിയറിൽ ഒതുങ്ങുന്നു. ഉപരിതല ന്യൂനമർദ്ദത്തിന്റെ ഫലങ്ങൾ വളരെ പരിമിതമാണ്. കാരണം മുകളിലെ താഴ്ച ഇപ്പോഴും വായുകയറ്റത്തെ തടയുന്നു. കൂടാതെ മഴ പെയ്യുന്ന കാലാവസ്ഥാ സംവിധാനങ്ങളിൽ നിന്ന് അന്തരീക്ഷ രക്തചംക്രമണം വഴി സംരക്ഷിക്കപ്പെടുന്നതിന് ഭൂമിശാസ്ത്രപരമായ ക്രമീകരണവും സ്ഥാനവും മരുഭൂമിയെ കൂടുതൽ വരണ്ടതാക്കുന്നു. വാസ്തവത്തിൽ സഹാറയുടെ അങ്ങേയറ്റ വരൾച്ചയ്ക്ക് കാരണം ഉപഉഷ്ണ മേഖലയും ഉയർന്ന മർദ്ദവും മാത്രമല്ല. അൾജീരിയ, മൊറോക്കോ, ടുണീഷ്യ എന്നിവിടങ്ങളിലെ അറ്റ്ലസ് പർവ്വതനിരകളും മരുഭൂമിയുടെ വടക്കൻ ഭാഗത്തിന്റെ വരൾച്ച വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഈ പ്രധാന പർവ്വതനിരകൾ ഒരു തടസ്സമായി പ്രവർത്തിക്കുന്നു. ചുറ്റുമുള്ള മെഡിറ്ററേനിയൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ധ്രുവ പ്രദേശത്ത് അന്തരീക്ഷ അസ്വസ്ഥതകൾ കൊണ്ടുവരുന്ന ഈർപ്പം ഭൂരിഭാഗവും കുറയ്ക്കുന്നതിലൂടെ ലീവാർഡ് വശത്ത് ശക്തമായ മഴനീയൽ പ്രഭാവം ഉണ്ടാകുന്നു. സഹാറയിലെ മഴയുടെ പ്രാഥമിക ഉറവിടം ഇന്റർട്രോപ്പിക്കൽ കൺവർജൻസ് സോണാണ്. ഭൂമധ്യരേഖക്കടുത്തുള്ള താഴ്ന്ന മർദ്ദ സംവിധാനങ്ങളുടെ തുടർച്ചയായ ബെൽറ്റാണിത്. ഇത് സഹേലിലേക്കും തെക്കൻ സഹാറയിലേക്കും കൃത്യമായ തോതിലുള്ള മഴക്കാലം കൊണ്ടുവരുന്നു. ഈ ഭീമൻ മരുഭൂമിയിലെ മഴ സാധാരണയായി മഴയുടെ ഉൽപാദനത്തെ തടയുന്ന ഭൗതികവും അന്തരീക്ഷവുമായ തടസ്സങ്ങളെ മറികടക്കേണ്ടതുണ്ട്. സഹാറയുടെ കഠിനമായ കാലാവസ്ഥയുടെ സവിശേഷത ഇവയാണ്. മരുഭൂമിക്ക് മുകളിൽ ആകാശം സാധാരണയായി തെളിഞ്ഞിരിക്കും. സഹാറയിലെ എല്ലായിടത്തും സൂര്യപ്രകാശത്തിന്റെ ദൈർഘ്യം വളരെ ഉയർന്നതാണ്. മരുഭൂമിയുടെ ഭൂരിഭാഗവും പ്രതിവർഷം 3600 മണിക്കൂറിലധികം തിളക്കമുള്ള സൂര്യപ്രകാശം അനുഭവിക്കുന്നു. കിഴക്കൻ ഭാഗത്തെ വിശാലമായ പ്രദേശത്ത് പ്രതിവർഷം 4000 മണിക്കൂറിലധികം തിളക്കമുള്ള സൂര്യപ്രകാശം ലഭിക്കുന്നു. ഏറ്റവും ഉയർന്ന മൂല്യങ്ങൾ സൈദ്ധാന്തിക പരമാവധിയോട് വളരെ അടുത്താണ്.
പ്രതിവർഷം മൊത്തം പകൽ സമയത്തിന്റെ 98% പ്രതിനിധീകരിക്കുന്ന 4300 മണിക്കൂർ മൂല്യം അപ്പർ ഈജിപ്തിലും നുബിയൻ മരുഭൂമിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രേറ്റ് മരുഭൂമിയിൽ വാർഷിക ശരാശരി നേരിട്ടിട്ടുള്ള സൗരോർജ്ജ വികിരണം ഏകദേശം 2800 കിലോവാട്ട് ഹവർ ആണ്. സഹാറക്ക് സൗരോർജ്ജ ഉൽപാദനത്തിന് വലിയ സാധ്യതയുണ്ട്. സൂര്യന്റെ ഉയർന്ന സ്ഥാനം, വളരെ കുറഞ്ഞ ആപേക്ഷിക ആർദ്രത, സസ്യജാലങ്ങളുടെയും മഴയുടെയും അഭാവം എന്നിവ ഗ്രേറ്റ് ഡെസേർട്ടിനെ ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വലിയ പ്രദേശമാക്കി മാറ്റുന്നു. കൂടാതെ ചില സ്ഥലങ്ങളിൽ വേനൽക്കാലത്ത് ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ സ്ഥലവുമാക്കുന്നു. മധ്യ സഹാറ ഹൈപ്പർറിഡുകളാണ്. അപൂർവമായ സസ്യജാലങ്ങളുമുണ്ട്. മരുഭൂമിയുടെ വടക്കൻ തെക്കൻ പ്രദേശങ്ങളിൽ ഉയർന്ന പ്രദേശങ്ങൾക്കൊപ്പം വിരളമായ പുൽമേടുകളും മരുഭൂമിയിലെ കുറ്റിച്ചെടികളുമുണ്ട്. വാടികളിൽ മരങ്ങളും ഉയരമുള്ള കുറ്റിച്ചെടികളുമുണ്ട്. അവിടെ ഈർപ്പം അടിഞ്ഞുകൂടുന്നു. മധ്യ ഹൈപ്പർറിഡ് മേഖലയിൽ വലിയ മരുഭൂമിയുടെ നിരവധി ഉപവിഭാഗങ്ങളുണ്ട്. ടാനേസ്രോഫ്, ടെനേറെ, ലിബിയൻ മരുഭൂമി, കിഴക്കൻ മരുഭൂമി, നുബിയൻ മരുഭൂമി എന്നിവയാണവ. വളരെ വരണ്ട ഈ പ്രദേശങ്ങളിൽ പലപ്പോഴും വർഷങ്ങളോളം മഴ ലഭിക്കുന്നില്ല. ഈ വിശാലമായ മരുഭൂമിയുടെ ജൈവഭൂമിശാസ്ത്ര സവിശേഷതകളെ അടിസ്ഥാനമാക്കി സഹാറയിലെ സസ്യജാലങ്ങൾ വളരെ വൈവിധ്യപൂർണമാണ്. പുഷ്പശാസ്ത്രപരമായി മഴയുടെ അളവിനെ അടിസ്ഥാനമാക്കി സഹാറയ്ക്ക് 3 മേഖലകളുണ്ട്: വടക്കൻ മേഖല, മധ്യമേഖല, തെക്കൻ മേഖല. 2 പരിവർത്തന മേഖലകളുണ്ട്: മെഡിറ്ററേനിയൻ സഹാറ സംസ്ക്രമണ മേഖലയും സഹേൽ സംസ്ക്രമണ മേഖലയും. സഹാറൻ സസ്യജാലങ്ങളിൽ ഏകദേശം 2800 ഇനം വാസ്കുലർ സസ്യങ്ങൾ ഉൾപ്പെടുന്നു. ഇവയിൽ ഏകദേശം 1/4 തദ്ദേശീയമാണ്. ഇവയിൽ പകുതിയോളം ഇനം അറേബ്യൻ മരുഭൂമികളിലെ സസ്യജാലങ്ങളിൽ സാധാരണമാണ്. മധ്യ സഹാറയിൽ 500 ഇനം സസ്യങ്ങൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. പ്രദേശത്തിന്റെ വലിയ വിസ്തീർണം കണക്കിലെടുക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. അക്വേഷ്യ മരങ്ങൾ, ഈന്തപ്പനകൾ, സക്കുലന്റുകൾ, സ്പൈനി കുറ്റിച്ചെടികൾ, പുല്ലുകൾ തുടങ്ങിയ സസ്യങ്ങൾ വരണ്ട സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു. ശക്തമായ കാറ്റിൽ നിന്നുള്ള ജലനഷ്ടം ഒഴിവാക്കാൻ താഴേക്ക് വളരുന്നു. വരണ്ട കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നതിന് കട്ടിയുള്ള തണ്ടുകളിൽ വെള്ളം സംഭരിക്കുന്നു. സഹാറ മരുഭൂമി അൾജീരിയ, ചാഡ്, ഈജിപ്ത്, ലിബിയ, മാലി, മൗറിറ്റാനിയ, നൈജർ, വെസ്റ്റേൺ സഹാറ, സുഡാൻ എന്നിവയുടെ വലിയ ഭാഗങ്ങളിലും മൊറോക്കോയുടെ തെക്കേ ഭാഗങ്ങളിലും ടുണീഷ്യയുടെ ചില ഭാഗങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു. ഇത് 90 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട്. ഇത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ 31%. വാർഷികമായി 250 മില്ലിമീറ്ററിന് താഴെയുള്ള മഴ ലഭിക്കുന്ന എല്ലാ പ്രദേശങ്ങളും ഉൾപ്പെടുത്തിയെങ്കിൽ സഹാറയുടെ വിസ്തീർണം 110 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആയേനെ. സഹാറ ആഫ്രിക്കൻ മാസീവ് ഭൂഭാഗത്തിന്റെ 3 പ്രധാന ഭൗമഭാഗങ്ങളിൽ ഒന്നാണ്. സഹാറ അത്രയേറെ വലുപ്പവും തെളിച്ചവും ഉള്ളതിനാൽ സിദ്ധാന്തപരമായി ഇത് ഭൂമിയിലെ ഉപരിതല ഘടകമായി മറ്റ് നക്ഷത്രങ്ങളിൽ നിന്നാണ് കാണാൻ കഴിയുക. വടക്ക് സഹാറ മരുഭൂമി ഈജിപ്ത്, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും മധ്യധര കടൽ തീരത്തെ പിന്തുടരുന്നു. സൈറിനൈക്കയിലും മഗ്രിബ് പ്രദേശങ്ങളിലും ഇത് മധ്യധര വന മേഖലകളോടെയാണ് ചേർന്നിരിക്കുക. ഇവിടെയുള്ള കാലാവസ്ഥ വേനൽക്കാലങ്ങളിൽ ചൂടും ശീതകാലങ്ങളിൽ തണുത്തതും മഴയേറിയതുമാണ്. മധ്യധര കാലാവസ്ഥയ്ക്ക് പ്രത്യേകതയായ ഡേറ്റ് പാം കൃഷിയുടെ വടക്കൻ പരിധിയും എസ്പോട്ടോ എന്ന് വിളിക്കുന്ന പുല്ലിന്റെ തെക്കൻ പരിധിയും സഹാറയുടെ വടക്കൻ പരിധിയായി നിർണയിക്കുന്നു. ഇവിടെ വാർഷിക മഴ ശരാശരി 100 മില്ലിമീറ്റർ ആണ്. കിഫിയൻ സംസ്കാരം ഒരു പുരാതന വ്യവസായമോ മേഖലയോ ആയിരുന്നു. ഇത് സഹാറയിൽ ഏകദേശം 10,000 മുതൽ 8,000 വർഷങ്ങൾക്ക് മുമ്പ് നിയോലിത്തിക് കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ 2000 നൈജറിലെ ടെനറെ മരുഭൂമിയിൽ ഗൊബൈറോ എന്ന സ്ഥലത്ത് കണ്ടെത്തി. കിഫിയർ മികച്ച വേട്ടക്കാരായിരുന്നു എന്ന് തെളിയിക്കുന്നു. അവിടെ കണ്ടെത്തിയ പല വലിയ സവന്ന മൃഗങ്ങളുടെ അസ്ഥികൾ അവർ ഒരു തടാകത്തിൻ കരയിൽ ജീവിച്ചിരുന്നതായി സൂചിപ്പിക്കുന്നു. ആ തടാകം ഹോളോസിർ വെറ്റ്ഫേസ് എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. കിഴക്ക് ചെങ്കടൽ, മെഡിറ്ററേനിയൻ തീരങ്ങൾ മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെയാണ് സഹാറയുടെ വ്യാപ്തി. വടക്കുവശത്ത് അറ്റ്ലസ് മലനിരകളും മെഡിറ്ററേനിയൻ സമുദ്രവുമാണ്. സുഡാൻ പ്രദേശവും നൈജർ നദീതടവുമാണ് തെക്കേ അതിരുകൾ. കഴിഞ്ഞ ഹിമയുഗത്തിനു ശേഷം ആയിരക്കണക്കിന് വർഷങ്ങളായി ആളുകൾ ഈ മരുഭൂമിയുടെ അതിരുകളിൽ താമസിക്കുന്നുണ്ട്. പണ്ടുകാലത്ത് സഹാറ മരുഭൂമിയിൽ ഇന്നത്തേക്കാൾ വളരെ കൂടുതൽ ജലാംശം ഉണ്ടായിരുന്നു. മുതലകളെ പോലെയുള്ള ജീവികളുടെ 30,000-ലധികം പെട്രോഗ്ലിഫുകൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 8 ലക്ഷം വർഷങ്ങളായി സഹാറ മരുഭൂമിയുടെ ഇടയ്ക്കിടെയുള്ള പച്ചപ്പിനെ കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ ഒരു പുതിയ പഠനം വെളിപ്പെടുത്തിയത്.
ഭൂതലത്തിലെ കുറഞ്ഞ മർദ്ദത്തിന്റെ സ്വാധീനം വളരെ പരിമിതമാണ്. കാരണം മുകളിലെ വായുവിന്റെ താഴേക്കിറക്കം വായുവിന്റെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്നു. കൂടാതെ മഴ കൊണ്ടുവരുന്ന കാലാവസ്ഥാ സംവിധാനങ്ങളിൽ നിന്നും അന്തരീക്ഷ ചരിവുകൾ തന്നെ മരുഭൂമിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു.